ചേട്ടാ, ഞങ്ങൾ ന്യൂസ് ടൈം ചാനൽ കേരളയിൽ നിന്നാണ് വരുന്നത്. അപ്പം കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരാവുമെന്നാണ് ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? ഇപ്പം 3 പേരാണ് സ്ഥാനത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അതിൽ ആര് വന്നാലും നമുക്ക് തൃപ്തിയാണ്. ചേട്ടൻ്റെ മനസ്സിൽ ആര് വരണമെന്നാണ് ഒരു ആഗ്രഹം? വി ഡി സതീശൻ. വി ഡി സതീശൻ പറയാനുള്ള കാരണം? അയാൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നല്ല എല്ലാ കാര്യങ്ങളും പറയാനും എല്ലാറ്റിനും സംസാരിക്കാനും എല്ലാറ്റിനും കഴിവില്ല ഒരാളാണ്. അതുകൊണ്ടാണ് വി ഡി സതീശൻ സപ്പോർട്ട് ചെയ്യുന്നത്. അതെ, നമുക്ക് നോക്കാം വി ഡി സതീശൻ വരുമോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവുന്ന പ്രതീക്ഷിക്കുന്നു? സതീശനായാലും നമ്മളെല്ലാം രാജിവെക്കും. അങ്ങനെയാ? വേറെ വർത്തനം നമ്മൾ സ്വീകരിക്കൂല. കാരണം പറഞ്ഞാൽ അയാളല്ലേ നയിച്ചേ, അതുകൊണ്ട് നയിച്ചാക്കല്ലേ ചോറ് കൊടുക്കണ്ട്. പണിയെടുത്താക്കല്ലേ കൂലി. അല്ലാണ്ട് വരുന്നോ വന്നിട്ട് ഇപ്പം ഞാനങ്ങ് വരുന്ന മന്ത്രിയെന്നെല്ലാം കൊടുക്കല, ഒന്നും നടക്കൂല. സമ്മതിക്കൂല. വി ഡി സതീശൻ സമ്മതിക്കൂല. കേരളത്തിലേറെ എന്നാലും നമ്മൾ തോപ്പിക്കും. ഫുള്ള് ഞങ്ങളെല്ലാം. അപ്പൊ ചേട്ടാ, കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്നാണ് ചേട്ടന്റെ ആഗ്രഹം? എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ 5 വർഷം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നത് വി ഡി സതീശനാണല്ലോ. വി ഡി സതീശൻ ആണ് സാധാരണ വരേണ്ടത്. ആ രീതിയിലാണ് മുമ്പ് നമ്മുടെ കീഴ്വഴക്കമൊക്കെ. അത് തെറ്റിച്ചുകൊണ്ട് ഇപ്പം വേണമെങ്കിൽ രമേശ് ചെന്നിത്തല കുറച്ച് സീനിയറാണ്, അയാൾക്കും കൊടുക്കാൻ വേണമെങ്കിൽ. പക്ഷേ എൻ്റെ ഒരു താല്പര്യം വി ഡി സതീശൻ വരുന്നതിനെ കുറിച്ച് തന്നെയാണ്. വി ഡി സതീശനോട് ഒരു താല്പര്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അയാൾ നല്ലൊരു പ്രതിപക്ഷ നേതാവായിരുന്നു. അയാളെല്ലാം കാര്യങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ നിയമസഭയിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനും എല്ലാ കാര്യങ്ങളും ജനങ്ങളുമായിട്ട് ചെയ്യുന്നതിനും എല്ലാം നല്ല തൻ്റെ ഉള്ളൊരു നല്ലൊരു കഴിവുള്ളൊരു ഒരു നേതാവാണെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ചേച്ചിമാരെ കിട്ടിയിട്ടുണ്ട്. ചേച്ചിമാരിവിടെ വർക്ക് ചെയ്യണ തിരക്കിലാണ്. എന്നിരുന്നാലും നമ്മൾ ചോദിക്കുകയാണ്. ചേച്ചി, ഇപ്പോൾ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞതല്ലേ, അപ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നാണ് ചേച്ചി പ്രതീക്ഷിക്കുന്നത്? വി ഡി സതീശനാകാനാ സാധ്യത. വി ഡി സതീശനാണ് സപ്പോർട്ടല്ലേ ചേച്ചിയോ? അതെ. ചേച്ചി? അതെ, അതന്നെ. അപ്പം ഇവിടെയുള്ള ചേച്ചിമാരെല്ലാം വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ നോക്കാം. ചേട്ടാ, ഞങ്ങൾ ന്യൂസ് ടൈം ചാനൽ കേരളയിൽ നിന്നാണ് വരുന്നത്. അപ്പം അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നാണ് ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? ഞാൻ വി ഡി സതീശനാണ്. വി ഡി സതീശനാണ് സപ്പോർട്ട്. എന്താണ് അതിന് കാരണം? അയാളാണ് ഈ പാർട്ടിക്ക് വേണ്ടി ചുക്കാൻ പിടിച്ചത്. ഈ 5 വർഷം പ്രതിപക്ഷ നേതാവായി ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചുക്കാനും അയാളെ കൈവച്ചുണ്ടായിന്. അതിനാൽ ഏറ്റവും യോഗ്യൻ അയാളാണ്. അപ്പം വി ഡി സതീശനാണ് സപ്പോർട്ട്. ചേട്ടൻ്റെ അഭിപ്രായത്തിലോ ആരായിരിക്കണം? ഒരു പേര് പറഞ്ഞോന്നേ. നാലൊരു പേര് പറഞ്ഞു. ഒരു പേര് പറ. ആരായിരിക്കണം? വി ഡി സതീശൻ. കാരണം നല്ലൊരു മന്ത്രിയാണ്. ഇപ്പൊ ഇവിടെ വി ഡി സതീശനാണ് കട്ട സപ്പോർട്ട് ഉള്ളത്. ചേട്ടാ, വർക്കിലാണല്ലേ? എന്നാലും ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പം ഇലക്ഷനെല്ലാം കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരാവുമെന്നാണ് ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? അത് തീർച്ചയായും വി ഡി സതീശൻ ആവണമെന്ന് തന്നെയാണ് ആഗ്രഹം. കേരളത്തിലെ പൊതുജനം ആഗ്രഹിക്കുന്നതും അവരൊക്കെ വോട്ട് ചെയ്തതും വി ഡി സതീശനെ കണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ ആവണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് കുറച്ച് ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം. ചേട്ടാ, കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷിക്കുന്ന ആരായിരിക്കുന്നല്ല, വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണം. ആകണമെന്ന് ആഗ്രഹമാണ്. വി ഡി സതീശൻ തന്നെ പറ്റൂ, വേറെ ആർക്കും പറ്റൂല്ലോ. വി ഡി തന്നെ. കാരണം ഓനാ നയിച്ചിനിത്. ഈ പാർട്ടീനെ ഒന്നുമില്ലാതെ എടുക്കുന്നത് കൊണ്ടുവന്നതിന് വി ഡി സതീശനാണ്. ചെന്നിത്തല ഉണ്ടായാലും വളരെ മോശാവസ്ഥയിൽ നിന്ന് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവായിട്ട് ഈ പാർട്ടീനെ ഈ നിലയിൽ എത്തിച്ചിരിക്കും. അന്നേരം വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണം. ഇപ്പം 2 പേരും കൂടെ ഉയർന്നു വരുന്നുണ്ട്. കെ സി വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയും. അവരോട് എങ്ങനെയാണ് അവരുടേത്? കെ സി ഇപ്പോൾ എം പി ആണ്, പിന്നെ കേന്ദ്രത്തിൻ്റെ ചാർജ് ഉണ്ട്, പിന്നെ പുള്ളിക്കിന് ഇവിടെ അതിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെങ്കിലും അർഹതയൊന്നുമില്ല. വി ഡി സതീശൻ തന്നെ വരണം എന്നാണ്. വി ഡി സതീശൻ തന്നെ വരണം. എൻ്റെ അഭിപ്രായമാണ് വി ഡി സതീശൻ. ഇതല്ലേ ഇയാൾ പറഞ്ഞ കണക്കാണ്. ആരാവണം മുഖ്യമന്ത്രി? വി ഡി സതീശൻ തന്നെ ആവണമെന്നാണ് ആഗ്രഹമല്ലേ? എൻ്റെ അഭിപ്രായമാണ് വി ഡി സതീശൻ ആവണം. കാരണം തന്നെ അയാൾ തന്നെയാണ് നമ്മൾ കേരളത്തിൽ കോൺഗ്രസ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ചേട്ടാ, ഞങ്ങൾ ന്യൂസ് ടൈം ചാനൽ കേരളയിൽ നിന്നാണ് വരുന്നത്. ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകുമെന്നാണ് ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? ചേട്ടൻ്റെ മനസ്സിൽ ആരാകണം എന്നാണ് ആഗ്രഹം?
വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ല പ്രവർത്തകനാണ്, നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ നന്നായി യോജിപ്പിച്ച് നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചേട്ടൻ്റെ മനസ്സിലുള്ളതും വി ഡി സതീശൻ തന്നെയാണോ? ആണാണ്. ഇപ്പം മറ്റുള്ളവരോടുള്ള എതിർപ്പാണ് വി ഡി സതീശനെ പിന്തുണയ്ക്കാനുള്ള കാരണം? അല്ലല്ല, KC വേണുഗോപാലിന് എന്തായാലും നല്ല ഇപ്പം രാഹുൽ ഗാന്ധിയോട് നല്ല ബന്ധം പുലർത്തുന്ന ഓൾ ഇന്ത്യ തലത്തിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ആ തലത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന നല്ല നേതാവാണ് KC വേണുഗോപാൽ. അതുപോലെ ചെന്നിത്തലയായാലും നിരവധി വർഷങ്ങളായി KSUവിലൂടെ വളർന്നു വന്ന വ്യക്തിയാണ്. അപ്പം KPCC പ്രസിഡൻ്റായിട്ടുണ്ട്, ഓൾ ഇന്ത്യ തലത്തിൽ AICCയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തലത്തിൽ വളരെ നല്ല നേതാവാണ് ചെന്നിത്തലയും. അപ്പം നിലവിൽ എൻ്റെ അഭിപ്രായത്തിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അപ്പോൾ വി ഡി സതീശൻ്റെ കഴിവും അഭിപ്രായം കാഴ്ചപ്പാടുകളൊക്കെയാണ് വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം അല്ലേ? അതെ, നല്ല പ്രതിപക്ഷ നേതാവാണ്. അപ്പം എല്ലാവരും നല്ല ചേർത്ത് പിടിച്ച് നന്നായി കൊണ്ടുപോകാൻ കഴിയുന്നൊരു പ്രതീക്ഷയുണ്ട്. ഘടകകക്ഷികളെ എല്ലാവരും ചേർത്ത് പിടിച്ച് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്നുള്ള നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. ഓക്കെ, താങ്ക് യു. ചേട്ടാ, ഞങ്ങൾ ന്യൂസ് ടൈം ചാനൽ കേരളയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഇലക്ഷനെല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ചോദ്യം, ആരാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുക എന്നാണ്. ആരാവും എന്നാണ് ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ പോയാൽ മിക്കവാറും KC വേണുഗോപാലായിരിക്കും. ആരാകണമെന്നാണ് ചേട്ടൻ്റെ മനസ്സിലുള്ളത്? വി ഡി സതീശനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, പക്ഷെ സാധ്യത KC വേണുഗോപാലിനാണല്ലേ? അതെന്താ അങ്ങനെ? ഇല്ല, സപ്പോർട്ട് കുറവാണ്. KC വേണുഗോപാലിന് 14 MLA സപ്പോർട്ടുണ്ട്, മറ്റേ 6 ഉള്ളൂ വി ഡി സതീശൻ. പക്ഷെ നമുക്ക് വി ഡി സതീശൻ ആവണം എന്നാണ് ചേട്ടൻ്റെ ഒരു ആഗ്രഹം. കാരണം അയാൾ നല്ലൊരു മനുഷ്യനാണ്, കുഴപ്പമില്ല, കുറച്ച് ബോധമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇനിയുള്ള 5 വർഷം നമ്മളെ ഭരിക്കാൻ ക്യാപ്പബിൾ ആണ് എന്ന് തോന്നുന്നുണ്ടല്ലേ? കുഴപ്പമില്ല. ചേട്ടാ, ഞങ്ങൾ ന്യൂസ് ടൈം ചാനൽ കേരളയിൽ നിന്നാണ് വരുന്നത്. ഇപ്പം ഇലക്ഷനെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി കേരളത്തെ നയിക്കാൻ ആരാകുമെന്നാണ് ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വി ഡി സതീശൻ തന്നെയാണ്. ചേട്ടൻ്റെ മനസ്സിലുള്ളത് വി ഡി സതീശൻ തന്നെയാണ്. അതെ. കാരണം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവായിട്ട് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത ഒരു വ്യക്തിയല്ലേ, ആഗ്രഹം അതാണ്. വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരണമെന്നാണ് ആഗ്രഹം. അതെ. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവാനാണ് സാധ്യത. ചേട്ടൻ്റെ ആഗ്രഹവും അങ്ങനെയാണ്. കാരണം അയാൾ കുറച്ചുകൂടെ നല്ല ആളാണ്. ഒരു പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പണിയെടുത്ത ആളാണ്. വി ഡി സതീശനാണ് ഫുള്ള് സപ്പോർട്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ ചേട്ടന്മാരുടെയും സപ്പോർട്ട് വി ഡി സതീശനാണ്. ചേട്ടന്മാരെ, ഞാൻ ന്യൂസ് ടൈം ചാനലിൽ നിന്നാണ് വരുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ ചൂടൊക്കെ? നല്ല ചൂടാണല്ലേ? ക്ഷീണമൊക്കെ ഉണ്ട് എല്ലാവർക്കും? കഴിക്കാൻ പറ്റുന്നതിൽ അപ്പുറമൊക്കെയാണ്. ഇപ്പോൾ ചൂട് കൂടിക്കൂടി വരികയാണ്. കേരളത്തിൻ്റെ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു. ഇപ്പം മുഖ്യമന്ത്രി ആരാകും എന്നൊരു ചർച്ചയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നാണ് ചേട്ടന്മാർ കരുതുന്നത്? അല്ല, ആര് വരണമെന്നാണ് ചേട്ടന്മാരുടെ ഒരു ആഗ്രഹം? വി ഡി സതീശൻ വരണമെന്നാണ് നമ്മളെ ആഗ്രഹം. ഈ വി ഡി സതീശൻ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം പടുകുഴിയിൽ നിന്ന് ഉയർത്തിയത് വി ഡി സതീശനാണ്. അതുകൊണ്ടാണ് എല്ലാവരും വി ഡി സതീശൻ. തീർച്ചയായിട്ടും എല്ലാവരുടെയും ആഗ്രഹം വി ഡി സതീശനാണ്. അപ്പോൾ നമ്മുടെ ഈ ചേട്ടന്മാരുടെ എല്ലാ ആഗ്രഹം വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരണം, നമ്മളെ നയിക്കണം എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം വി ഡി സതീശൻ വരുമെന്ന്. നമ്മുടെ എല്ലാ അഭിപ്രായം വി ഡി സതീശൻ വരുമെന്നാണ്. വരണം നിർബന്ധമാണ്. വേണ്ട, നമ്മ വി ഡി സതീശൻ കട്ട സപ്പോർട്ട്. പാർട്ടീനെ നയിച്ചിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട ആൾ അയാൾ തന്നെ. മറ്റു രണ്ടാൾ അർഹതപ്പെട്ടവരല്ല എന്നല്ല പറയുന്നത്. അതുമാത്രമല്ല, MP മത്സരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം AICC ആണ് എടുത്തിന്. അപ്പോൾ ഒരു MP തന്നെ വന്നിട്ട് ഇവിടെ മുഖ്യമന്ത്രി ആവാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം നമുക്കുള്ളത്. എന്തായാലും വി ഡി സതീശനാണ് അതിന് യോഗ്യനും. ഞാൻ പറയുന്നത് ചെന്നിത്തലയെ ഒട്ടും കുറച്ച് കാണുന്നതല്ല, സതീശൻ വരണമെന്നാണ് ഞങ്ങളുടെ ജനങ്ങളുടെ മൊത്തം ആഗ്രഹം. അതിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. പാടിയോട്ടുചാലിൻ്റെ ജനമനസ്സുകളിൽ വി ഡി സതീശന് ഫുൾ സപ്പോർട്ടാണ്. വി ഡി സതീശനല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രി ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. പാടിയോട്ടുചാലിൽ നിന്നും ക്യാമറമാൻ വൈശാഖിനും ഷിൻഡുവിനുമൊപ്പം റിപ്പോർട്ടർ അലീന, ന്യൂസ് ടൈം ചാനൽ കേരള.
Peace.